ക്രിസ്തു വാസ്തവത്തിൽ ഒരു ചരിത്ര പുരുഷനാകുന്നുവോ? ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ്? അവൻ എന്തിന് ഭൂമിയിലേക്ക് വന്നു? ക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന 4 പുസ്തകങ്ങൾ എന്തിന്? അനേകരും ചോദിക്കുന്ന ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നതാണ് സുവിശേഷങ്ങൾ. മുടങ്ങാതെ ശ്രദ്ധിച്ചാലും. ജീവസന്ദേശത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പഠനം നാം ആരംഭിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ കവാടമായാണ് മത്തായി എഴുതിയ സുവിശേഷം കണക്കാക്കപ്പെടുന്നത്. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയിലുള്ള ഏകദേശം 400 വർഷങ്ങളെ നിശബ്ദ കാലഘട്ടമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ലോകത്തെയും യഹൂദ ജനതയെയും ദൈവം ഒരുക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം. ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ വെളിപ്പാടുകൾ പുതിയ നിയമത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ പഠനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ഏവർക്കും സുപരിചിതമായ ഒരു പുസ്തകമാണല്ലോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. ഉൽപ്പത്തി പുസ്തകവും മത്തായി എഴുതിയ സുവിശേഷവും വിശുദ്ധ ബൈബിളിൻ്റെ താക്കോൽ പുസ്തകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആളത്വപരമായ സാന്നിധ്യത്തിലേക്ക് നയിക്കുകയും അവനെ നമുക്ക് ഏറ്റവും അധികം യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. തുറന്ന മനസ്സോടെ ശ്രദ്ധിച്ചു പഠിക്കുന്ന ഏതൊരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ സംഭവങ്ങളും ഉപമകളും ഉപദേശങ്ങളും വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം ശരിയായി മനസ്സിലാക്കുന്നതിന് പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യത്തിലുള്ള 400 വർഷത്തെ ചരിത്രം ഏറെക്കുറെയെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ പറഞ്ഞ 400 വർഷത്തെക്കുറിച്ച് ചില വസ്തുതകൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെയും മലാഖിയുടെയും കാലം മുതൽ ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നത് വരെയുള്ള ആ കാലമത്രേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഈ 400 വർഷങ്ങൾ. മലാഖിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വർഗം നിശബ്ദമായെന്ന് തോന്നുന്നു. പിന്നീട് 400 വർഷത്തേക്ക് ദൈവത്തിൻ്റെ റേഡിയോ സ്റ്റേഷനിൽ നിന്നും പ്രക്ഷേപണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആകെ നിശബ്ദമായിരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ സഖറിയാവ് എന്ന പേരോടുകൂടി ഒരു പുരോഹിതൻ യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയെ ഭഞ്ജിച്ചു. ദൈവത്തിൻ്റെ ആ ദൂതൻ അവനെ അറിയിച്ചു. ഈ ദൂത് ലഭിക്കുമ്പോൾ സഖറിയാവ് വിശുദ്ധ സ്ഥലത്തായിരുന്നു. അതും പ്രാർത്ഥനാ സമയമായിരുന്നു. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി വരുവാൻ പോകുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിളംബരം ദൈവദൂതൻ അന്ന് നടത്തി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു എന്നുള്ളത് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നതാണ്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നിശബ്ദമായ കാലഘട്ടമായിരുന്നു ഇതെങ്കിലും ഈ 400 വർഷത്തെ ഇടക്കാലത്ത് വളരെയേറെ കാര്യങ്ങൾ സംഭവിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതത്രേ. ഇത് യഹൂദന്മാരുടെ ചരിത്രത്തിലെ ആകാംക്ഷാഭരിതമായ ഒരു കാലയളവായിരുന്നു എങ്കിൽ തന്നെയും പല വിധത്തിൽ 400 വർഷങ്ങൾ ദുഃഖം തളം കെട്ടി നിന്നിരുന്ന ഒരു കാലം കൂടിയായിരുന്നു. യഹൂദയുടെ ആഭ്യന്തര സ്ഥിതികളിൽ വളരെയധികം വ്യതിയാനങ്ങൾ സംഭവിച്ച ഒരു കാലം കൂടിയായിരുന്നു ഈ 400 വർഷങ്ങൾ. ഒരു പുതിയ സംസ്കാരം, പല സ്ഥാപനങ്ങൾ, അധികം പ്രസിദ്ധമാകാത്ത സംഘടനകൾ, ഇവയെല്ലാം ഈ കാലയളവിൽ ഉയർന്നു വന്നു.
ഇവയിൽ പലതും പുതിയ നിയമത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യത്തിലുള്ള കാലയളവിലെ ലോക ചരിത്രത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. മേദ്യ പാർസ്യ സാമ്രാജ്യം ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ പഴയ നിയമം എഴുതി അവസാനിപ്പിക്കുന്നത്. ഹഗ്ഗായി, മലാക്കി, സക്രിയാവ് എന്നീ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ ഈ വിഷയം വിശദമായി കാണാവുന്നതാണ്. ഈ പറയുന്ന സമയത്തും ലോക രാഷ്ട്രീയത്തിൽ മിസ്രൈം എണ്ണപ്പെടാവുന്ന ഒരു ശക്തിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ കാലയളവിൽ ഈ രണ്ട് സാമ്രാജ്യങ്ങളും ലോകശക്തി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാഞ്ഞുപോയി. ലോകശക്തി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക്, മേദ്യ പാർസ്യയിൽ നിന്നും ഗ്രീസിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ഒരു പുതിയ ലോകശക്തിയായ റോമാ സാമ്രാജ്യമാകുന്നു ഭരണം നടത്തുന്നത്. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. ചില വർഷങ്ങൾ ഈ കാലയളവിൽ ഉള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് 400 വർഷത്തെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. ഞാൻ ഇനിയും പറയുന്ന വർഷങ്ങൾ കൃത്യമാണെന്ന് സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഏകദേശ രൂപം മാത്രമാകുന്നു ഞാൻ പറയുവാൻ പോകുന്നത്. BC 480 പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് ഗ്രീക്കുകാരെ തോൽപ്പിച്ചു. എങ്കിലും സലാമീസ് യുദ്ധത്തിൽ സൈറസ് പരാജയപ്പെടുകയുണ്ടായി. വാസ്തവത്തിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു അവനെ പരാജയപ്പെടുത്തിയത് എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ കിഴക്കിൻ്റെ ലോകാധിപത്യം അവസാനിച്ചു. BC 333 ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ ദാനിയേൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് വന്നു എന്ന് നാം കാണുന്നു. അത് മഹാനായ അലക്സാണ്ടർ ആയിരുന്നു. വലിയ കൊമ്പുകളുള്ള കോലാട്ടുകൊറ്റൻ. അവൻ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് രംഗത്ത് നിന്നും നീക്കി. BC 332 മഹാനായ അലക്സാണ്ടർ യെരുശലേം സന്ദർശിച്ചതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ച പ്രവചനം പോലെ അവൻ യെരുശലേമിനോട് ഒന്നും ചെയ്യാതെ മുമ്പോട്ട് പോയി. BC 323 അലക്സാണ്ടർ പേർഷ്യയിൽ വെച്ച് മരിച്ചു. വാസ്തവത്തിൽ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം പേർഷ്യയിലേക്ക് മാറ്റുവാൻ അലക്സാണ്ടർ ചിന്തിച്ചിരുന്നതാണ്. തുടർന്ന് അലക്സാണ്ടറുടെ സാമ്രാജ്യം അവൻ്റെ 4 ജനറൽമാർക്കായി കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചതായി ചരിത്രം പറയുന്നു. BC 320 യഹൂദ മിസ്രൈമിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടു. BC 312 സെലൂക്കസ് സിറിയ സ്ഥാപിച്ചു. സെലൂക്കസ് യഹൂദ പിടിച്ചടക്കുവാൻ പരിശ്രമിച്ചു. അതുകൊണ്ട് സിറിയയുടെയും ഈജിപ്തിൻ്റെയും, അതായത് മിസ്രൈമിൻ്റെയും ഇടങ്ങളെല്ലാം യുദ്ധക്കളങ്ങളായി മാറി. യഹൂദ അന്ന്, അതായത് ഈ ചെറിയ രാജ്യം, മത്സരബുദ്ധികളായ 2 വലിയ രാജ്യങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നായി തീർന്നു. BC 203 മഹാനായ അന്ത്യോക്കസ് യെരുശലേം പിടിച്ചെടുത്തു. അങ്ങനെ യഹൂദ സിറിയയുടെ അധീനത്തിൽ ആയി. BC 170 വരുമ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന ഭരണാധികാരി യെരുശലേം പിടിച്ചടക്കി. യെരുശലേം ദേവാലയം മലിനപ്പെടുത്തി. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ചെറിയ കൊമ്പ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവനെക്കുറിച്ചാണ്. യഹൂദ ചരിത്രത്തിലെ നീറോ എന്നാണ് ഈ അന്ത്യോക്യസിനെ വിളിച്ചിരിക്കുന്നത്. BC 166 യഹൂദയിലെ പുരോഹിതനായിരുന്ന മത്തിത്യാസ് സിറിയയ്ക്കെതിരായി ഒരു വിപ്ലവം ആരംഭിച്ചു. മക്കാബേയരുടെ കാലത്തിൻ്റെ ആരംഭമാണ് ഈ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ സഹിച്ചത്രയും കഷ്ടത യഹൂദ ജനം മറ്റൊരിക്കലും സഹിച്ച് കാണില്ല എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതേസമയം തന്നെ ഈ പറഞ്ഞ ഇടവേളയിൽ അവർ കാണിച്ചത്രയും വീരകൃത്യങ്ങൾ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. യൂദാസ് മക്കബായൻ ആയിരുന്നു അന്നത്തെ നേതാവ്. അവനാണ് വിപ്ലവം സംഘടിപ്പിച്ചത്. യൂദാസ് മക്കബായൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ചുറ്റിക എന്നത്രേ. BC 63 ആയപ്പോഴേക്കും റോമാക്കാരനായ പോംഫെ യെരുശലേം പിടിച്ചടക്കി. അങ്ങനെ ഇസ്രായേൽ പുതിയൊരു ലോകശക്തിയുടെ ഭരണത്തിൻ്റെ കീഴിലായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തും പുതിയ നിയമത്തിൻ്റെ മുഴുവൻ സമയത്തും യഹൂദന്മാർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു.
BC 40 റോമൻ സെനറ്റ് യഹൂദയുടെ രാജാവായി ഹെരോദാവിനെ നിയമിച്ചു. ഇവനേക്കാൾ മോശമായൊരു വ്യക്തിയോ കുടുംബമോ യഹൂദയുടെ ഭരണ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നികൃഷ്ടനായ നീചനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹെരോദാവ്. BC 37 ഹെരോദാവ് യെരുശലേം പിടിച്ചടക്കി. മക്കബായരിലെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയെ കൊന്നുകളഞ്ഞു. BC 31 ഔഗസ്തോസ് കൈസർ ചക്രവർത്തിയായി. BC 19 ഹെരോദാവിൻ്റെ ദേവാലയം പണി ആരംഭിച്ചു. ക്രിസ്തു ജനിച്ചപ്പോഴും ദേവാലയ പണി തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് നാം കാണുന്നു. പുതിയ നിയമകാലത്തും അത് തുടരുന്നതായി നാം കാണുന്നുണ്ട്. BC 4 കർത്താവായ യേശു ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജാതനായി. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടത്തിലെ അനുഭവങ്ങൾ കൊണ്ട് യഹൂദയുടെ ആന്തരികമായ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. ബാബിലോന്യ പ്രവാസത്തിന് ശേഷം അവർ വിഗ്രഹാരാധന വിട്ടിട്ട് ന്യായപ്രമാണപ്രകാരമുള്ള ഒരു വിശുദ്ധി പ്രാപിക്കുവാനുള്ള യജ്ഞത്തിലേർപ്പെട്ടു. അങ്ങനെ ന്യായപ്രമാണം അവർക്ക് ഒരു വിഗ്രഹമായി തീർന്നു. അവരുടെ സാധാരണ ജീവിതത്തിൽ സംസാര ഭാഷ എബ്രായ ഭാഷയ്ക്ക് പകരം അരാമ്യ ഭാഷയായി തീർന്നു. എങ്കിലും യഹൂദന്മാരുടെ ആരാധനാ സ്ഥലങ്ങൾ, അതായത് അവരുടെ സിനഗോഗുകളിൽ എബ്രായ ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രവാസത്തിന് ശേഷമാണ് സിനഗോഗുകൾ നിലവിൽ വന്നതെന്ന് നമുക്ക് കാണാവുന്നതത്രേ. ബാബിലോന്യ പ്രവാസത്തിന് ശേഷം യഹൂദയിലും അവർ പോയിടത്തൊക്കെയും സിനഗോഗുകൾ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീർന്നു. അതുപോലെ തന്നെ ഈ കാലയളവിൽ പഴയ നിയമത്തിൽ എവിടെയും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ചില സംഘടനകൾ രൂപം കൊണ്ടു. അവയെക്കുറിച്ച് പുതിയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് നമ്മുടെ തുടർന്നുള്ള പഠനത്തിൽ നമ്മെ വളരെയേറെ സഹായിക്കും. ഇല്ല എങ്കിൽ പഴയ നിയമം പഠിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഈ സംഘടനകൾ എപ്പോഴാണ് ഉണ്ടായതെന്നും ഇത് എന്തിനാണ് ഉണ്ടായതെന്നും ഇവർ ആരാകുന്നു എന്നൊക്കെയുള്ള സംശയം ഉയരാവുന്നതാണ്. ഈ സംഘടനകളിൽ ഒന്നാമതായി നാം കാണുന്നത് പരീശന്മാരാണ്. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലയളവിൽ ഉയർന്നു വന്നിട്ടുള്ള പാർട്ടികളിൽ പ്രബലമായത് പരീശന്മാരായിരുന്നു. ശ്രദ്ധിക്കണം, വിദേശീയരുടെ സ്വാധീനത്തിൽ നിന്നും യഹൂദ ജനതയുടെ ജീവിത രീതിയെ, സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനത്രേ ഈ പരീശ സംഘടന പ്രധാനമായും രൂപം കൊണ്ടത്. പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്ന ഇക്കൂട്ടർ ന്യായപ്രമാണം മുഴുവൻ വളരെ കർക്കശമായ രീതിയിൽ പാലിച്ചു പോയിരുന്നവരാണ്. രാഷ്ട്രീയത്തിൽ അവർ ദേശീയവാദികളായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ വംശത്തിൻ്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അവർ താൽപ്പര്യപ്പെട്ടു. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ അവർ ഒരു മതരാഷ്ട്രീയ പാർട്ടിയായി തീർന്നു. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗീയ പാർട്ടി. ഇന്നും ഇതുപോലെയുള്ള പാർട്ടികൾ കുറവല്ല. മാത്രമല്ല അവർ വളരെ പ്രബലവുമാണ്. രണ്ടാമത്തെ കൂട്ടർ സദൂക്യർ. പാരമ്പര്യത്തെ അവഗണിക്കുന്ന സമ്പന്നരും സാമൂഹ്യ മനസ്ഥിതിക്കാരുമായ ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു ഈ സദൂക്യർ. അതായത് ഇന്നത്തെ നവീകരണവാദികൾ നമ്മൾ പറയത്തില്ലേ, അതുതന്നെ, ലിബറൽസ്, നവീകരണ ആളുകൾ എന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ ഓർക്കണം, അവരിൽ ഒരു നവീകരണവുമില്ല. ഇവരെപ്പോലെ കുടുസായി ചിന്തിക്കുന്ന വേറൊരു കൂട്ടരില്ല. ഈ സദൂക്യരുടെ കൂട്ടവും അതുതന്നെയാണ്. പണവും പഠിത്തവുമുണ്ട്. പക്ഷേ സൂപ്പർ നാച്ചുറലായി അല്ലെങ്കിൽ പ്രകൃതിക്കതീതമായി ഒന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സദൂക്യർ പരീശന്മാരോട് എതിരഭിപ്രായമുള്ളവരായിരുന്നു. സുവിശേഷങ്ങളിലും ഇവർ തമ്മിൽ യോജിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരുടെ പ്രമാണം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന ചിന്താഗതിയായിരുന്നു. ഗ്രീക്കിലെ എപ്പിക്കൂര്യന്മാരുണ്ടല്ലോ, അവരോട് സാമ്യമുള്ളവർ. സദൂക്യരെക്കുറിച്ച് വളരെ തെറ്റായൊരു ധാരണയായിരിക്കും ഉള്ളത്. വാസ്തവത്തിൽ അവർ നല്ല ജീവിതം കൈവരുത്തുവാൻ വളരെ ആഗ്രഹമുള്ളവർ തന്നെയായിരുന്നു. തങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ അതിജീവിക്കുവാൻ
ആ ആഗ്രഹങ്ങളെ വേണ്ടുവോളം സംതൃപ്തിപ്പെടുത്തുക മാത്രമാകുന്നു മാർഗമെന്നവർ ചിന്തിച്ചു, അങ്ങനെ ചെയ്തു. മോഹങ്ങൾക്ക് കടിഞ്ഞാണിടാതെയുള്ള പോക്ക് മോഹിക്കാതിരിക്കുവാനുള്ള വഴിയാകുന്നു എന്നവർ കരുതി. ഇന്നും നമ്മുടെ ഇടയിൽ അനേകർക്കുമുള്ള ചിന്താഗതി ഇതുതന്നെയാണെന്ന് തോന്നാറുണ്ട്. എത്രയും അധികം മദ്യം ഉപയോഗിക്കാമോ അത്രയും അധികം മദ്യം ഉപയോഗിക്കുക, അതോടെ മദ്യത്തോടുള്ള ആസക്തി അവസാനിക്കും എന്ന ചിന്ത. പിന്നെ ആളെ കാണത്തില്ലല്ലോ, അല്ലേ? ഇതേ പ്രമാണം എല്ലാ പാപങ്ങളോടും അനുവർത്തിക്കുക. ഇത് വെറും മണ്ടത്തരമാകുന്നു എന്ന് മറന്നു പോകരുത്. ഇനി മൂന്നാമത്തെ കൂട്ടർ, ശാസ്ത്രിമാർ. എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് ആരംഭിച്ച ഒരു കൂട്ടർ ആയിരുന്നു ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ പ്രധാനമായും ചെയ്തിരുന്നത് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ തലനാരിഴ കീറുക. അതാണ് വാസ്തവത്തിൽ അവർ ചെയ്തിരുന്നത്. തുച്ഛമായ വ്യത്യാസങ്ങൾ പോലും വിപുലീകരിച്ച് കാണിക്കാവുന്ന ഒരു പ്രകൃതം. ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിനേക്കാൾ അക്ഷരത്തിനായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തത്. ഉദാഹരണത്തിന്, യേശു ജനിക്കുന്നത് എവിടെയാണെന്ന് ഹെരോദ രാജാവ് ശാസ്ത്രിമാരോട് ആരാഞ്ഞപ്പോൾ ബേത്ലഹേമിലായിരിക്കും ജനിക്കുന്നതെന്ന് നിസ്സംശയം അവർ പറഞ്ഞു. എന്നാൽ ബേത്ലഹേം വരെ പോയി ഈ പറഞ്ഞ കുഞ്ഞിനെ ഒന്ന് കാണാം എന്നവർ ചിന്തിച്ചില്ല. അതിലവർ തൽപരരായിരുന്നുമില്ല. അത് നമ്മുടെ പണിയല്ലെന്നേ, സമയം കഴിഞ്ഞുപോയി, ഇനിയും പോയി കിടന്നുറങ്ങാമെന്നുള്ള ചിന്തയാണ് അവരുടെ ശുശ്രൂഷ. അവർ ന്യായപ്രമാണത്തിൻ്റെ അക്ഷരപ്രകാരമുള്ള അറിവിലായിരുന്നു മുഴുകിയിരുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്തെ നാലാമത്തെ കൂട്ടർ ഹേരോദ്യർ ആയിരുന്നു. ഇവർ തികച്ചും രാഷ്ട്രീയ അവസരവാദികളായിരുന്നു. ഇന്ന് നാം കണ്ടുവരുന്ന രാഷ്ട്രീയ ചിന്താഗതികൾ പോലെ തന്നെ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ തുടരുവാൻ ഹേരോദുമാരെ സിംഹാസനത്തിൽ നിന്നും ഇറക്കരുതെന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്ത. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നുമുള്ള വെളിപ്പാടുകൾ ഇല്ലായിരുന്നെങ്കിൽ തന്നെ സാഹിത്യപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ഈ പറഞ്ഞത്. BC 285 മുതൽ 247 വരെയുള്ള കാലയളവിൽ മിസ്രൈമിലെ അലക്സന്ദ്രിയയിൽ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്നും 6 പേരെ വീതം തെരഞ്ഞെടുത്തുണ്ടാക്കിയ 72 പേരടങ്ങുന്ന ഒരു കൂട്ടമത്ര ഈ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. അതുകൊണ്ടാണ് ആ പരിഭാഷയ്ക്ക് 72 എന്നർത്ഥമുള്ള സെപ്റ്റജന്റ് എന്ന പേർ വിളിച്ചു വരുന്നത്. വിശുദ്ധ പൗലോസ് ഉപയോഗിച്ചിരുന്നത് ഈ പരിഭാഷയായിരുന്നു. ക്രിസ്തുവും അതിൽ നിന്നാകുന്നു ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഈ കാലയളവിലാണ് പഴയ നിയമത്തിലെ അപ്പോക്രിഫ എഴുതപ്പെട്ടത്. തൻ്റെ പുത്രൻ്റെ വരവിന് വേണ്ടി ദൈവം ലോകത്തെ എത്രയോ സൂക്ഷ്മതയോടെയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. എല്ലാം അതിൻ്റെ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു. പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ 400 വർഷങ്ങളെ ദൈവനിശബ്ദതയുടെ കാലയളവായി നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ തയ്യാറാക്കുകയായിരുന്നു. ഇത് വ്യക്തമാണ്. യഹൂദജാതിയും യവന സംസ്കാരവും റോമ സാമ്രാജ്യവും പൗരസ്ത്യ ദേശത്തെ ജനസമൂഹവും എല്ലാം ലോകരക്ഷകൻ്റെ ആഗമനത്തിനായി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരു കാലസമ്പൂർണതയിലേക്കാണ് നയിക്കപ്പെട്ടിരുന്നത്. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ കാലസമ്പൂർണതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിലെ 4 വ്യത്യസ്തരായ കൂട്ടരെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതാണ് 4 സുവിശേഷങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം ഇസ്രായേൽ ജാതിക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് ആദ്യം എബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ആ സമയത്തെ മതഭക്തരായ ജനങ്ങളെ ഉദ്ദേശിച്ച് എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം റോമാക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള ഉപാധി, ഭരണം, നിയമം, ചട്ടങ്ങൾ എന്നിവയാകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന പ്രവർത്തന നിരതരായ ജനങ്ങളായിരുന്നു ഈ റോമാക്കാർ.
നിയമവും ചട്ടങ്ങളും ആവശ്യമാണെന്നുള്ളത് വാസ്തവം അത്ര. എന്നാൽ അതുകൊണ്ട് മാത്രം ലോകത്തെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുകയില്ലെന്നുള്ള സത്യം അധികം താമസിക്കാതെ തന്നെ റോമാക്കാർ മനസ്സിലാക്കി. നിയമങ്ങളിലും ചട്ടങ്ങളിലും വിശ്വസിപ്പീൻ, അതേസമയം തന്നെ പാപമോചനവും കൃപയും ദൈവകരുണയും വാഗ്ദാനം ചെയ്ത ഒരുവനെക്കുറിച്ച് കേൾക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യകതയായിരുന്നു. അങ്ങനെയുള്ളൊരു നേതാവിനെയാണ് വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ റോമാക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നത്. ഇനി വിശുദ്ധ ലൂക്കോസ് തത്വചിന്തകനായ ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ താൻ സുവിശേഷം എഴുതുമ്പോൾ പ്രത്യക്ഷത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയും പരോക്ഷമായി വിടുതലിന് വേണ്ടിയും മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന പൗരസ്ത്യ ദേശത്തെ ജനസമൂഹത്തിനു വേണ്ടിയാണ് എഴുതിയത്. വിടുതലിന് വേണ്ടി ഇന്നും ലോകത്തിൽ നിന്നും മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് വിടുതൽ ആവശ്യമത്രേ. മതഭക്തനായ മനുഷ്യൻ ആവശ്യം മതമല്ല, പിന്നെയോ ഒരു രക്ഷിതാവിനെയാണ്, ക്രിസ്തുവിനെ. ശക്തിയും സ്വാധീനവുമുള്ള മനുഷ്യന് തന്നെ രക്ഷിപ്പാൻ ശക്തിയുള്ളൊരു രക്ഷകനെയാണ് ആവശ്യം. ബുദ്ധിജീവിയായ മനുഷ്യൻ ഇന്ന് ആവശ്യം തൻ്റെ മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ്. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യരിൽ പോലും ഒരു ശൂന്യതാബോധം, ജീവിതത്തിലെ ശൂന്യതയെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ ക്രിസ്തു മാത്രമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അത് ഒരു ചുങ്കക്കാരനാണ് എഴുതിയത്. അവൻ്റെ മേൽ ക്രിസ്തു വളരെ വ്യക്തമായി സ്വാധീനം ചെലുത്തി. ക്രിസ്തു അവനെ സന്ദർശിച്ചു എന്ന് നാം ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനും അപ്പോസ്തലനുമായിരുന്നു. മതഭക്തരായ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി എബ്രായ ഭാഷയിലാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം എഴുതിയതെന്ന് ചരിത്രകാരന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും സമ്മതിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിന് വേണ്ടി ഇസ്രായേൽ ജാതിയെ മുഴുവൻ ഒരുക്കിക്കൊണ്ടിരുന്നു. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന്. രക്ഷകൻ ഇസ്രായേൽ ജാതിയിൽ നിന്നും വരത്തക്കവണ്ണം ദൈവം സകലവും തയ്യാറാക്കി. രക്ഷ അവനിൽ നിന്നുമായിരുന്നു വരേണ്ടിയിരുന്നത്. ആ രക്ഷ പ്രാപിക്കുവാൻ അവൻ ജാതികളെ ഒരുക്കി. കാരണം അവർക്ക് നിശ്ചയമായും അത് ആവശ്യമായിരുന്നു. ദൈവത്തിൽ നിന്നും അകലപ്പെട്ട മാനവരാശി, അവർക്കാവശ്യം ഈ സുവിശേഷമായിരുന്നു. പുതിയ നിയമത്തിലെ മറ്റേതൊരു പുസ്തകത്തെക്കാളും അധികം പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലേക്ക് പോയി വിശദീകരണം നൽകുന്നതായി കാണുവാൻ കഴിയുന്ന ഒരു സുവിശേഷമാണ് മത്തായി എഴുതിയത്. ഇത് പ്രധാനമായി യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതായതിനാൽ പഴയ നിയമത്തിൽ നിന്നും കൂടുതൽ ഉദ്ധരണികൾ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളെക്കാൾ അധികം പുതിയ നിയമത്തിലേക്ക് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി മറ്റൊരു സുവിശേഷകനും സഭ എന്ന പേര് സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ വിശുദ്ധ മത്തായിയാണ് വിവരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് സംശയവാദിയായ റെനൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പുസ്തകമത്രേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എന്നത്രേ. ഇസ്രായേൽ ജാതിക്ക് വേണ്ടി സുവിശേഷം എഴുതുവാൻ മാനസാന്തരപ്പെട്ട ഒരു ചുങ്കക്കാരനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് തിരഞ്ഞെടുത്തതെന്നത് വളരെ ചിന്തിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. ദൈവത്തിൻ്റെ പരിപാടി നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. ഈ സുവിശേഷത്തിലെ ഒരു പ്രത്യേകമായ പ്രയോഗമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. ഈ പ്രയോഗം ഏതാണ്ട് 32 പ്രാവശ്യം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. രാജ്യം എന്ന പദം ഏതാണ്ട് 50 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ മാത്രമല്ല ബൈബിളിൻ്റെ തന്നെ വ്യാഖ്യാനത്തിന് ദൈവരാജ്യം എന്ന ഈ പ്രയോഗത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് അത്യന്താപേക്ഷിതമാണ്. ദൈവരാജ്യവും സഭയും ഒന്നല്ല എന്നുള്ള വസ്തുത വളരെ തറപ്പിച്ച് തന്നെ ഇവിടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ദൈവരാജ്യവും സഭയും സമാനാർത്ഥകമായ പ്രയോഗങ്ങളുമല്ല. സഭ ദൈവരാജ്യത്തിലാണെങ്കിൽ തന്നെ അവ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളം ഭാരതത്തിലാണ്. പക്ഷേ കേരളമെന്ന് പറഞ്ഞാൽ അത് ഭാരതമാകുമോ? ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നാൽ അത് ഭാരതമല്ല. സഭ രാജ്യത്തിലാണ്,
ദൈവരാജ്യത്തെക്കുറിച്ച് ലളിതമായി പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗീയ വാഴ്ചയത്രേ സ്വർഗരാജ്യം. സഭ ദൈവരാജ്യത്തിലാണ്. വേദശാസ്ത്രജ്ഞന്മാർ ഈ കാര്യങ്ങൾ വിവരിക്കുവാൻ ശ്രമിച്ചു. എല്ലാം കൂടി കുഴഞ്ഞ സ്ഥിതിയിലാക്കി അവർ തന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ലളിതമായ വിവരണത്തിൽ കൂടി ചിന്താക്കുഴപ്പം അകറ്റുവാൻ ഒരു ശ്രമം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. സ്വർഗീയ ഭരണം ഭൂമിയിലാകുന്നതത്രേ സ്വർഗരാജ്യം. ഈ സുവിശേഷം ആർക്കു വേണ്ടി എഴുതപ്പെട്ടുവോ ആ യഹൂദന്മാർ സ്വർഗത്തിൽ നിന്നൊരു രാജാവ് വന്ന് ഈ ഭൂമിയിൽ സ്വർഗീയമായ നിലവാരത്തിലുള്ള ഒരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ ആകത്തുകയാണ് സ്വർഗരാജ്യം എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കി തരുന്നത്. ഈ പ്രയോഗം അവർക്ക് പുതുമയായിരുന്നില്ല. സ്വർഗരാജ്യം എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ മുഖ്യ വിഷയം. ഭൂമിയിൽ ആ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നത് ക്രിസ്തുവാകുന്നു. ആ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു. ആ രാജ്യത്തെ സംബന്ധിച്ചുള്ള 3 പ്രഭാഷണങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം പഠിക്കുവാൻ പോകുകയാണ്. ഒന്ന് ഗിരിപ്രഭാഷണം, രാജ്യത്തിൻ്റെ നിയമം, നിലവിൽ വരുവാൻ പോകുന്ന നിയമങ്ങളുടെ ഭാഗികമായ ഒരു പട്ടിക മാത്രമാകുന്നു ഇതെന്ന് വേണം ധരിക്കുവാൻ. 2 മർമ്മമായിരിക്കുന്ന ഉപമകൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമകളത്രേ ഈ പറഞ്ഞതൊക്കെ. വിതപ്പാൻ പുറപ്പെട്ട മനുഷ്യനെപ്പോലെയും കടുകുമണിയെപ്പോലെയും മറ്റുമാണ് സ്വർഗരാജ്യമെന്ന് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. 3 ഒലിവുമലയിലെ പ്രഭാഷണം. ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിലേക്കാണ് ഈ സംഭാഷണം നയിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നതിൻ്റെ അർത്ഥവ്യാപ്തി പടിപടിയായി പുരോഗമിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു അത്. ഈ സുവിശേഷത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നീക്കം നമുക്ക് കാണാവുന്നതാണ്. മുൻപോട്ട് പഠിക്കുമ്പോൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഈ സുവിശേഷം പഠിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ക്രിസ്തുവിലൂടെ ദൈവത്തെ അടുത്തറിയുവാനും ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണ് ഈ പഠനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആയതിനാൽ ഈ സുവിശേഷം കഴിയുന്നത്ര തവണ ആവർത്തിച്ച് വായിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുമല്ലോ. ഈ വചനങ്ങൾക്ക് നമ്മെ ആഴത്തിലുള്ള ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ ശക്തിയുണ്ട്. അതിലൂടെ ദൈവഹിതം തിരിച്ചറിയുവാനും അവിടുത്തെ രാജ്യത്തിൽ ജീവിക്കുന്നവരായി മാറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ.